അസ്സലാമലൈക്കും. ബിസിയാണോ? ബിസിയൊന്നുമില്ല. ഞാൻ പിരിവിന് വന്നൊന്നല്ല, എന്റെ ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു ബ്ലോഗറാണ്. ഇസ്ലാമിക് പരമായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഏതാണ്? KL ഫൗസി ബഷീർ ബ്ലോഗാണ് എന്റെ ചാനല്. അപ്പൊ ഞാൻ വന്നിട്ടുള്ളത്, നമ്മള് വീട്ടിലൊക്കെ ഖുറാൻ സൂക്ഷിക്കുമല്ലോ. ഖുറാൻ ഓതി കഴിഞ്ഞാൽ നമ്മൾ ഖുറാൻ വെക്കുന്നൊരു മര്യാദ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളൊക്കെ ഖുറാൻ ഓതി കഴിഞ്ഞാൽ വീട്ടിൽ എങ്ങനെയാ വെക്കല്? ഓതി കഴിഞ്ഞാൽ ഖുറാൻ ഏത് രീതിയിലാണ് വെക്കാറുള്ളത്? ഉയരത്തിൽ വെക്കും, അത് കറക്റ്റ്. പിന്നെ ഒന്നും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വെക്കുമ്പോ ഏത് സൂറത്തെ എങ്ങനെയാ വെക്കല്? അതായത് ഫാത്തിഹ മുകളിൽ. മാഷാ അല്ലാഹ് ഉമ്മ ബാരിക്. എന്തുകൊണ്ടാണ് ഫാത്തിഹ മുകളിലായിട്ട് വെക്കുന്നത്? എന്തുകൊണ്ടാണ്? ഫാത്തിഹ ആണോ ഖുറാൻ ആദ്യമായിട്ട് ഇറങ്ങിയ സൂറത്ത്? അതറിയില്ല. അറിയാം. ഫാത്തിഹ അല്ല ഖുറാൻ ആദ്യമായിട്ട് ഇറങ്ങിയ സൂറത്ത്. പക്ഷെ നമ്മൾ ഖുറാൻ വെക്കുമ്പോ ക്രമപ്രകാരം ഫാത്തിഹ ഫസ്റ്റിൽ വരും. പക്ഷെ ഖുറാൻ ആദ്യമായിട്ട് ഇറങ്ങിയത് സൂറത്തുൽ അലക്കിലെ ആദ്യത്തെ 5 ആയത്തുകളാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ആദ്യമായിട്ട് നമ്മള് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് മുത്തു റസൂലിനോട് ഇഖ്റ പറയുന്നില്ലേ? അപ്പൊ ആദ്യത്തെ ആ 5 ആയത്തുകളാണ് ആദ്യം ഇറങ്ങിയത്. അത് 69ാമത്തെ അധ്യായമാണ് ഖുറാനിലെ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇവര് പറഞ്ഞ കറക്റ്റ് ആണ്. ഫാത്തിഹ മുകളിൽ വരുന്ന രീതിയിൽ വെക്കുന്നതാണ് ഏറ്റവും മര്യാദപരമായ രീതി. അപ്പൊ ഇൻഷാ അല്ലാഹ് ചെറിയൊരു സമ്മാനം ഉണ്ട്. അവന്റെ പേരെന്താ? ഹൈസ ഫാത്തിമ. മോള് നല്ല ഉഷാറാവട്ടെ, പഠിച്ച് വലിയ മിടുക്കിയാവണേ.